പ്രണയകാലത്ത് മനോഹരമായ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പലരും സ്വപ്നം കാണാറുണ്ടല്ലേ. എന്നാൽ വിവാഹത്തിന് ശേഷം പല പ്രതിസന്ധികളും ഉണ്ടാകാം. അമിതമായ പ്രതീക്ഷകളും വ്യക്തിപരമായ പൊരുത്തക്കേടുകളും കുടുംബത്തിൻ്റെ പിന്തുണയില്ലായ്മയും സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ പ്രണയവിവാഹങ്ങൾക്ക് വെല്ലുവിളിയാകാറുണ്ട്. വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് വിവാഹം കഴിക്കുന്ന യുവതികളുടെ കാര്യമാണ് കഷ്ടം. കുടുംബത്തിൻ്റെ യാതൊരു പിന്തുണയും സഹായവും ലഭിക്കാത്ത സാഹചര്യം. കോഴിക്കോട് പേരാമ്പ്രയിലെ സോന എന്ന യുവതിക്കും കുടുംബജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളായിരുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷം ആ പ്രതീക്ഷകളെല്ലാം തകരുന്നു. കഴിഞ്ഞ ദിവസം ചെറുവണ്ണൂരിൽ കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് അവൾ അനുഭവിച്ച ദുരിത കഥകൾ ഒന്നൊന്നായി പുറത്തുവരുന്നത്. ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിച്ച സോനയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അവളെ ഭർത്താവ് കൊലപ്പെടുത്തിയതാണ്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോഴിക്കോട് ചെറുവണ്ണൂരിലെ രജിൻ ലാലും പാലേരി സ്വദേശിനി സോനയും സോഷ്യൽ മീഡിയ വഴി പ്രണയിച്ചവരാണ്. അയാളോടൊപ്പമുള്ള ജീവിതം അവൾ സ്വപ്നം കണ്ടു. എന്നാൽ കല്യാണം കഴിക്കാൻ രജിന് താല്പര്യമില്ലെന്ന് പറഞ്ഞതോടെ ആത്മഹത്യാ ശ്രമം വരെ നടത്തി. അങ്ങനെ പല പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് സോന ഇഷ്ടപ്പെട്ടയാളോടൊപ്പം ജീവിതം തുടങ്ങിയത്. പിന്നീട് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അറിവില്ല. കഴിഞ്ഞ ദിവസം കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി മരിച്ചതോടെയാണ് പല കഥകളും കേൾക്കുന്നത്. സോനയുടെ മരണം ആസൂത്രിതമായ കൊലപാതകമെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഭർത്തൃ വീട്ടിൽ തനിക്ക് വലിയ സമ്മർദ്ദമുണ്ടെന്ന് സോന വെളിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ പരാതിയിൽ പറയുന്നു. ഭർത്താവ് രജിൻ ലാലിലേക്കാണ് സംശയം മുന്നേറുന്നത്. രാത്രി 9:15 ചെറുവണ്ണൂർ കക്കറമുക്ക് റോഡിലായിരുന്നു സംഭവം. 6 മാസം ഗർഭിണിയായ സോന ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചാണ് പൊള്ളലേറ്റ് മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് രജിൻ ലാലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി സോനയുടെ അമ്മാവൻ AK സത്യൻ ആരോപിച്ചു. കാറിന്റെ മുൻഭാഗവും പിൻഭാഗവും കത്താതെ ഉൾവശം മാത്രം കത്തിയത് ദുരൂഹത ഉണർത്തുന്നു. ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീ പിടിച്ചതെങ്കിൽ കാർ ഇത്തരത്തിൽ കത്തിയമരില്ല. മനഃപൂർവ്വം കാർ കത്തിച്ചതുപോലെയാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ദുരൂഹതമായ സംഭവമാണ് കാണുന്നത്. അവിടെയുള്ള അയൽവാസികളൊക്കെ നാട്ടുകാർ പറഞ്ഞത് ഇത് നല്ല ശബ്ദത്തോടു കൂടിയ പൊട്ടിയിരിക്കുന്നതെന്നാണ്. അതിൽ കണ്ടുനോക്കുമ്പോൾ അതിൻ്റെ എഞ്ചിനും പുറകിലെ ഇതിനൊന്നും ഒരു കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത നാട്ടുകാരുടെ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിന് ശക്തമായ ഒരു അന്വേഷണം അധികാരികൾ തന്നെ SP ആയാലും SP തന്നെ വനിതാ കമ്മീഷൻ ഇങ്ങനെ കണ്ട മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും താല്പര്യം അത് തന്നെയാണ്. മകൾ ഭർത്തൃവീട്ടിൽ ദുരവസ്ഥ നേരിട്ടിരുന്നതായും പല ദിവസങ്ങളിലും പട്ടിണിയായിരുന്നെന്നും സോനയുടെ അമ്മ വസന്ത പറഞ്ഞു. സംഭവ ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 7:30 വരെ സോന വാല്യക്കോടുള്ള അമ്മയുടെ സഹോദരിയുടെ വീട്ടിലായിരുന്നു. ഭർത്താവ് രജിൻ കാറിൽ ഇവിടെ ഇറക്കിയതായും രാത്രി 7:30 വന്ന് തിരിച്ചു കൂട്ടുകയായിരുന്നുവെന്നും ബന്ധുവായ യുവതി വ്യക്തമാക്കി. വൈകിട്ട് തന്നോടൊപ്പം പേരാമ്പ്രയിലെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്ന ശേഷമാണ് രജിനൊപ്പം സോന തിരിച്ചുപോയത്. നീണ്ടകാലത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. +2 പഠനകാലത്ത് ഒരു വിവാഹ വീട്ടിൽ വെച്ചാണ് ഇവർ പരിചയപ്പെട്ടത്. രജിൻ ഗൾഫിൽ പോയ ശേഷവും സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ബന്ധം ശക്തമായി. അതിനിടയിൽ രജിൻ മറ്റൊരു യുവതിയെ വിവാഹം ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്നും ഇതറിഞ്ഞ് സോന ആത്മഹത്യ ചെയ്യാനായി വടകര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ റെയിൽവേ പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് രജിൻ സോനയെ വിവാഹം ചെയ്യാമെന്ന് ഉറപ്പു നൽകിയത്.
ബന്ധുവായതിനാൽ 2023 ഇരുവരും രജിസ്റ്റർ വിവാഹം ചെയ്തു. കൂത്താളിയിലെ അമ്പലത്തിൽ വെച്ച് താലി ചാർത്തി. എന്നാൽ സോനയുടെ കുടുംബക്കാരുമായി യാതൊരു ബന്ധവും പാടില്ലെന്ന് രജിനും കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത കാലത്ത് സോന ഗർഭിണിയായ ശേഷമാണ് ബന്ധുക്കളുമായി അടുത്തത്. സോനയെ പരിചരിക്കാൻ കഴിയാതെ സ്വന്തം വീട്ടിലേക്ക് വിടുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. 2 മാസം സോന അമ്മയുടെ കൂടെ പാലേരിയിലെ വീട്ടിലായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് രജിൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്. രജിന് മറ്റൊരു യുവതിയുമായും ഇപ്പോൾ ബന്ധമുണ്ടെന്നും തന്നെ ചതിക്കുകയാണെന്നും സോന പറഞ്ഞതായും ബന്ധുവായ യുവതി വ്യക്തമാക്കി. ആസൂത്രിത കൊലപാതകമെന്ന് കരുതുന്നതിനാൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതേസമയം കാറിൽ നിന്നെടുത്ത സാമ്പിളുകളുടെ ഫോറൻസിക് ഫലം വന്നാൽ മാത്രമേ കൃത്യമായ നിഗമനം നടത്താനാകുകയുള്ളൂവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നാണ് ജില്ലാ ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിലെ പ്രാഥമിക കണ്ടെത്തൽ. വയറിംഗിനും ഇന്ധന ടാങ്കിനും AC സംവിധാനത്തിലും മുൻഭാഗത്തെ റേഡിയേറ്റർ ഭാഗത്തും തകരാറുകളില്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പും ഫോറൻസിക് വിദഗ്ധരും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. കത്താതെ ശേഷിച്ച തുണികൾ, ബാഗിന്റെ അവശിഷ്ടം, മൊബൈൽ ഫോൺ, കാറിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ സാമ്പിൾ തുടങ്ങിയവ പരിശോധനയ്ക്കായി ഫോറൻസിക് സംഘം കൊണ്ടുപോയി. ഇതിന്റെ പരിശോധനാ ഫലം കൂടി ലഭിച്ചാലേ കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയൂവെന്ന് മേപ്പയ്യൂർ പോലീസ് അറിയിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറെ കണ്ട് മടങ്ങുന്നതിനിടയിലാണ് കാറിന് തീപിടിച്ചത്. വീടിന് 2 കിലോമീറ്റർ മാത്രം അകലെയാണ് കാറിൽ തീപിടുത്തമുണ്ടായത്. കാർ ഓടിച്ചിരുന്ന രജിൻ തീപിടിച്ചതിനു പിന്നാലെ പുറത്തിറങ്ങി സമീപത്തെ തോട്ടിൽ വസ്ത്രത്തിൽ പടർന്ന തീ അണയ്ക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഓടിക്കൂടിയ നാട്ടുകാർ കണ്ടത്. ഈ സമയം കാറിനുള്ളിൽ സോനയുടെ വിവരം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. തുടർന്ന് ഭാര്യ കാറിനുള്ളിലുണ്ടെന്ന് രജിൻ പറഞ്ഞത് പ്രകാരമാണ് സോനയെ പുറത്തെടുക്കാൻ ശ്രമിച്ചത്. അപ്പോഴേക്കും കാറിൽ വലിയ തോതിൽ തീപിടിച്ചിരുന്നു. 65% പൊള്ളലേറ്റ രജിൻലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിലാണ്. കൈകളിലും മുഖത്തും നെഞ്ചിലുമാണ് പൊള്ളൽ എന്നതിനാൽ ആന്തരിക അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. രജിൻലാൽ 1 മാസം മുമ്പാണ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകിയ സോനയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മേപ്പയൂർ ഇൻസ്പെക്ടർ A. അജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കേരളം ഇപ്പോൾ ഗുണ്ട മാഫിയ സംഘങ്ങളുടെ നിയന്ത്രണത്തിലാണ്. കൊട്ടേഷൻ സംഘങ്ങളുടെ അടിഞ്ഞാട്ടവും തട്ടിക്കൊണ്ടുപോകലുകളും ഗുണ്ടകളുടെ ഒത്തുചേരലുകളും കാരണം സാധാരണക്കാർ ഭീതിയോടെയാണ് ജീവിക്കുന്നത്. മലപ്പുറത്ത് യുവാവിനെ കാർ തടഞ്ഞു നിർത്തി ക്രിമിനൽ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയത് നാട്ടുകാർ നോക്കി നിൽക്കുകയാണ്. ചെങ്ങര സ്വദേശി മുഹമ്മദ് അൽഫാദിനെയാണ് 4 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. ഇന്നോവ കാറിലെത്തിയ സംഘത്തെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മുൻ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന. ശനിയാഴ്ച രാത്രി 11:30 മലപ്പുറം പൂക്കളത്തൂരിലാണ് സംഭവം. ചെങ്ങര സ്വദേശി മുഹമ്മദ് അൽഫാദ് എന്ന യുവാവിനെയാണ് കാർ തടഞ്ഞു നിർത്തി പുറത്തിറക്കി മർദ്ദിച്ച ശേഷം മറ്റൊരു കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയതായി ബന്ധുക്കൾ പരാതി നൽകിയത്. 4 പേരാണ് തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിലുണ്ടായിരുന്നതെന്നാണ് വിവരം. രാത്രി നാട്ടുകാർ നോക്കി നിൽക്കെ ഇന്നോവ കാറിലെത്തിയ സംഘം അൽഫാദ് സഞ്ചരിച്ച കാർ തടയുകയും കാറിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും 4 അംഗ സംഘം അൽഫാദുമായി സ്ഥലം വിട്ടിരുന്നു. തട്ടിക്കൊണ്ടുപോയ സംഘത്തെക്കുറിച്ചോ കാരണത്തെക്കുറിച്ചോ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. അൽഫാദിനെതിരെ കോഴിക്കോട് സിറ്റി, മഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി അടിപിടി കേസുകൾ നിലവിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ കേസുകളുമായി തട്ടിക്കൊണ്ടുപോകലിന് ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പട്ടാമ്പി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാറിലാണ് അൽഫാദ് സഞ്ചരിച്ചിരുന്നത്. ഈ കാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
ന്യൂസ് 18 മലപ്പുറം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ്. CPM പ്രവർത്തകർ പ്രതികളായ കേസിൽ കൊലയാളി സംഘത്തെ രക്ഷിക്കാൻ സർക്കാർ പല ഇടപെടലുകളും നടത്തി. CBI അന്വേഷണത്തെ എതിർത്തു. അതിനായി ലക്ഷങ്ങളും കോടികളും ചിലവഴിച്ചു. വിചാരണ നടപടികളും നീട്ടി. എന്നാൽ UDF സർക്കാർ അധികാരമേൽക്കുന്ന അതേ ദിവസം ഷുഹൈബ് വധക്കേസിൽ വിചാരണ ആരംഭിക്കുകയാണ്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് നടപടികൾ. ഫെബ്രുവരി 12 രാത്രി എടയന്നൂരിലെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഷുഹൈബിന് നേരെ ആക്രമണമുണ്ടായത്. ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചായിരുന്നു കൊലപാതകം. 27-കാരനായ ഷുഹൈബിന്റെ ശരീരത്തിൽ 30-ലധികം വെട്ടുകൾ ഉണ്ടായിരുന്നു. പ്രാദേശിക CPM പ്രവർത്തകരാണ് കേസിലെ മുഴുവൻ പ്രതികളും. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രധാന പ്രതികളടക്കം 11 പേരുടെ പേരിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 8 വർഷം കുടുംബവും കോൺഗ്രസും നടത്തിയ നിയമ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിലാണ് വിചാരണയ്ക്ക് തുടക്കമാകുന്നത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ. പ്രതികൾക്ക് വേണ്ടി പിണറായി സർക്കാർ ഉന്നയിച്ച തടസ്സവാദങ്ങളാണ് വിചാരണ വൈകാനിടയാക്കിയത്. സമാനതകളില്ലാത്ത രീതിയിലാണ് പ്രതികൾക്ക് അനുകൂലമായി സർക്കാർ ഇടപെടലുണ്ടായത്. CBI അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചെങ്കിലും ഡിവിഷൻ ബെഞ്ചിനെയും പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ച് സർക്കാർ അനുകൂല വിധി നേടി. CBI അന്വേഷണത്തിനെതിരെ കോടതിയിൽ പൊരുതാൻ പൊതുഖജനാവിൽ നിന്നും പിണറായി സർക്കാർ ചിലവാക്കിയത് 86 ലക്ഷം രൂപയായിരുന്നു. ജൂലൈ 10 വരെയും തുടർച്ചയായിട്ടാകും വിചാരണ നടപടികൾ. ആദ്യഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒഴികെയുള്ള 137 സാക്ഷികളെ വിസ്തരിക്കും. UDF സർക്കാർ അധികാരമേൽക്കുന്ന അതേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തുടങ്ങുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവ വിൽപ്പന റാക്കറ്റിന്റെ വലയിൽ എത്ര പേർ കുടുങ്ങിയിട്ടുണ്ട്? ഈ മാഫിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ്? സംശയനിഴലിലുള്ള ഉന്നതർ കേസിൽ പിടിയിലാകുമോ? പോലീസിന്റെ അന്വേഷണത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ റാക്കറ്റ് വഴി 40ഓളം പേർ അവയവം വിറ്റിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി നജീബിനെ റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി തിങ്കളാഴ്ച വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി. വ്യാജരേഖ ചമച്ച് അവയവ വിൽപ്പന നടത്തിയ കേസിൽ പിടിയിലായ മുഖ്യപ്രതി മുഹമ്മദ് നജീബ് നേതൃത്വം നൽകിയ റാക്കറ്റ് കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തൽ. കോവിഡ് വ്യാപന കാലത്തിന് ശേഷം 2021 മുതലാണ് ഇവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇയാളുടെ പ്രധാന ഇടനിലക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താകെ ഏജന്റുമാരെ നിയോഗിച്ചായിരുന്നു പ്രവർത്തനം. ദാതാക്കളാകാൻ സമ്മതിക്കുന്നവരിൽ നിന്ന് തുടക്കത്തിലെ പരിശോധനകൾക്കായി 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെയും ഏജന്റുമാർ വാങ്ങിയിട്ടുണ്ട്. 40 പേർ അവയവ വിൽപ്പന നടത്തിയതായാണ് ഇതുവരെയും തെളിഞ്ഞിരിക്കുന്നത്. ദാതാക്കൾക്ക് ആവശ്യമായ എല്ലാ രേഖകളും സംഘം വ്യാജമായി നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. സ്പാകൾ കേന്ദ്രീകരിച്ചും ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ചുമാണ് ഏജന്റുമാരുടെ പ്രവർത്തനം. അവയവദാനം നടത്തിയവരാണെന്നും അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ലെന്നുമുള്ള വ്യാജ അനുഭവങ്ങൾ നിരത്തിയാണ് ഇവർ ഇരകളെ കണ്ടെത്തുന്നത്. ഏജന്റുമാരുടെ വലയിൽ വീണവരെല്ലാം സാധാരണക്കാരാണ്. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഈ റാക്കറ്റിന്റെ സാന്നിധ്യമുണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി.
പിടിയിലായ നജീബിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വന്നിട്ടുണ്ട്. നജീബിന്റെ അക്കൗണ്ടുമായി ഇടപാടുകൾ നടത്തിയ അക്കൗണ്ട് ഉടമകളുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. നജീബിന്റെ കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച അവസാനിക്കാനിരിക്കെ ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇയാളോടൊപ്പം പിടിയിലായ ഏജന്റ് ഡെബിൻ ജോസഫിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. സ്പാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ മറയാക്കിയാണ് ഇയാൾ ദാതാക്കളെ കണ്ടെത്തിയിരുന്നത്. ഡെബിനെ പോലെ നിരവധി ഏജന്റുമാർ നജീബിനുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. ഇവരിൽ പലരും ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്നവരാണെന്നും അതിന്റെ മറവിൽ അവയവ കച്ചവടം നടത്തിയിരുന്നതായും സംശയിക്കുന്നു. ബിസിനസ് സംരംഭങ്ങളുടെ മറവിൽ പ്രവർത്തിക്കുന്ന നിരവധി ഏജന്റുമാർ ഇനിയും പിടിയിലാകാനുണ്ട്. ഇവർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. മുഖ്യപ്രതിയായ നജീബിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചവരെയും ഇടപാടുകൾ നടത്തിയവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ന്യൂസ് 18 കൊച്ചി. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ വമ്പൻ സ്രാവുകളിൽ കുടുങ്ങുമോ? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉന്നതരിലേക്കും CBI അന്വേഷണം നീളുന്നതായാണ് സൂചന. ഏജൻസിക്കുള്ളിൽ നിന്ന് 2 സെറ്റ് ചോദ്യപേപ്പറുകൾ ചോർന്നുവെന്നാണ് കണ്ടെത്തൽ. ചോദ്യപേപ്പർ തയ്യാറാക്കാനായി ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതിയിലെ അധ്യാപകരും കേസിൽ അറസ്റ്റിലായതോടെയാണ് NTA ഉന്നതരിലേക്കും അന്വേഷണം എത്തുന്നത്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ CBIയുടെ നിരീക്ഷണത്തിലാണെന്നാണ് സൂചന. എന്നാൽ ഈ ഉദ്യോഗസ്ഥൻ ആരാണെന്നടക്കമുള്ള മറ്റു വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ചോദ്യപേപ്പർ തയ്യാറാക്കാനായി ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതിയിലെ അധ്യാപകരും കേസിൽ അറസ്റ്റിലായതോടെയാണ് NTA ഉന്നതനിലേക്കും അന്വേഷണം നീളുന്നത്. പൂനെയിൽ നിന്ന് പിടികൂടിയ മനീഷ സഞ്ജയ് വാഗ്മാരയിൽ നിന്നാണ് അധ്യാപകരെക്കുറിച്ച് സൂചന ലഭിച്ചത്. തുടർന്നാണ് ലാത്തൂരിലെ കെമിസ്ട്രി പ്രൊഫസറായ PV കുൽക്കർണി, പൂനെയിലെ ബയോളജി പ്രൊഫസറായ മനീഷ ഗുരുനാഥ് മന്ദാരെ എന്നിവരെ CBI അറസ്റ്റ് ചെയ്തത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുള്ളിൽ നിന്ന് 2 സെറ്റ് ചോദ്യപേപ്പറുകൾ ചോർന്നുവെന്നാണ് CBI കണ്ടെത്തൽ. ഒന്ന് കൈപ്പടയിലും മറ്റൊന്ന് ടൈപ്പ് ചെയ്ത രൂപത്തിലുമായിരുന്നു. കെമിസ്ട്രി വിഭാഗം PV കുൽക്കർണിയും ബയോളജി ചോദ്യങ്ങൾ മനീഷ മന്ദാരയുമാണ് ചോർത്തിയത്. പ്രൊഫസർ മനീഷ മന്ദാരയാണ് മനീഷ വാഗ്മാരയ്ക്ക് PV കുൽക്കർണിയെ പരിചയപ്പെടുത്തിയത്. തുടർന്ന് കുൽക്കർണിയിൽ നിന്ന് ചോദ്യങ്ങൾ കരസ്ഥമാക്കിയ മനീഷ വാഗ്മാരെ കേസിലെ മറ്റൊരു പ്രതിയായ ധനഞ്ജയ് ലോഖാണ്ഡെ ഉൾപ്പെടെയുള്ളവർക്ക് വിൽക്കുകയായിരുന്നു. പരീക്ഷയ്ക്കു ശേഷം മനീഷ വാഗ്മാരെയും കുൽക്കർണിയും ഉൾപ്പെടെയുള്ളവർ ചോദ്യങ്ങളടങ്ങിയ കുറിപ്പുകൾ നശിപ്പിച്ചതായും റിപ്പോർട്ടുകളിലുണ്ട്. സംശയമുള്ളവരുടെ പട്ടിക ഇതിനോടകം NTA CBIക്ക് കൈമാറിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. നിലവിൽ 9 പേരെയാണ് CBI അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷവും ചോദ്യപേപ്പർ ചോർന്നതായി CBI സംശയിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ അറസ്റ്റിലായ BJP നേതാവ് ദിനേശ് ബിവാളിന്റെ കുടുംബത്തിലെ 5 പേർക്ക് കഴിഞ്ഞ തവണ നീറ്റിന് ഉയർന്ന മാർക്ക് ലഭിച്ചിരുന്നു. +2 ശരാശരി മാർക്ക് മാത്രമുള്ള ഇവർക്ക് നീറ്റിൽ ഉയർന്ന സ്കോർ കിട്ടിയതിനെ കുറിച്ചും അന്വേഷണം നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ പൂജകളുടെ മറവിലും വൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി കണ്ടെത്തൽ. ചില അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ അറിവോടെ കഴിഞ്ഞ 10 വർഷമായി തട്ടിപ്പ് നടക്കുന്നതായി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലാണ് വ്യക്തമായത്. മുൻപ് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയ വ്യവസായി സന്നിധാനത്ത് എത്തിച്ചിരുന്ന സൗജന്യ പൂജാ സാധനങ്ങളുടെ മറവിൽ കോടികളുടെ കൊള്ളയാണ് നടന്നത്. ചില ഓഫീസർമാരാണ് ഇതിന് പിന്നിലെന്നും കൃത്യമായ തുക കണ്ടെത്താൻ ഓഡിറ്റിംഗ് വേണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഭക്തർ നടത്തുന്ന വഴിപാടുകളുടെ മറവിൽ ഉദ്യോഗസ്ഥർ വൻ കൊള്ള നടത്തിയെന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തൽ. കൊല്ലം സ്വദേശിയായ വ്യവസായി സുനിൽ സ്വാമി മാസപൂജകൾക്കും മണ്ഡലകാലത്തുമായി നൽകിയിരുന്ന 54 ലക്ഷം രൂപയുടെ പൂജാസാധനങ്ങൾ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. ഹൈക്കോടതി വിലക്കുണ്ടായിട്ടും ഇയാൾ സന്നിധാനത്ത് സാധനങ്ങൾ എത്തിച്ചിരുന്നു. ഈ സാധനങ്ങൾ ദേവസ്വം സ്റ്റോറിൽ വരവ് വെക്കാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ മുറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. തുടർന്ന് പടിപൂജ, കളഭാഭിഷേകം, ഉദയാസ്തമയ പൂജ എന്നിവയ്ക്ക് ഈ സൗജന്യ സാധനങ്ങൾ ഉപയോഗിക്കുകയും ദേവസ്വം ഫണ്ടിൽ നിന്ന് പണം ചെലവഴിച്ചതായി കാണിച്ച് ഉദ്യോഗസ്ഥർ തുക വ്യാജമായി എഴുതിയെടുക്കുകയുമായിരുന്നു. 6000 രൂപയുടെ അഷ്ടാഭിഷേക വഴിപാടിനും ഈ സൗജന്യ സാധനങ്ങൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ പണം തട്ടിയെടുത്തിട്ടുണ്ട്. വിവാദമായ സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്നപ്പോഴും ഈ കൊള്ള തുടർന്നു. തട്ടിപ്പിന്റെ കൃത്യമായ ആഴം കണ്ടെത്താൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ പരിശോധന വേണമെന്ന് സ്പെഷ്യൽ കമ്മീഷണറും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. മദ്യലഹരിയിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. ലഹരി ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ചിലർ സ്വയം മദ്യമറക്കും, പിന്നെ ആരെയും ആക്രമിക്കാമെന്നതാണ് സ്ഥിതി. എറണാകുളം കോതമംഗലത്ത് ബന്ധുക്കൾ തമ്മിൽ മദ്യലഹരിയിൽ ഏറ്റുമുട്ടിയതാണ് ഒടുവിലത്തെ സംഭവം. പിണവർക്കുടി സ്വദേശികളും ബന്ധുക്കളുമായ വിഷ്ണു, രജിമോൻ എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം. കേസിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല എന്റെ പൊന്നെ ദൈവമേ. ഇത് എടാ വണ്ടി ആരെങ്കിലും വിളിച്ചോ? നീയാ വണ്ടി വിളിക്കാം, വണ്ടി 108 വിളിച്ചാൽ വരും. ഇത് താഴെ കിടക്കുന്ന ആരും ആൾക്കാരെ വിളിക്കുക, സെറ്റിലോട്ട് വിളിക്കുക. സെറ്റിലേക്ക് ഒരു മനുഷ്യനല്ലേ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ ആള് വേണ്ടേ? കോതമംഗലം കുട്ടമ്പുഴ പിണവൂർക്കുടിയിലാണ് മദ്യപാനത്തിനിടെ ബന്ധുക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. പരസ്പരം അസഭ്യം പറഞ്ഞും പോർവിളി മുഴക്കിയും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചായിരുന്നു ഏറ്റുമുട്ടൽ. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പെട്ടെന്ന് എന്നെ കയ്യെ പിടിച്ച വാക്കത്തിൽ പിടിച്ച് തിരിച്ചു വെട്ടി, അല്ലാണ്ട് എനിക്ക് മാർഗമില്ലെന്ന്. എവിടെ വെട്ടിയത്? ചാകാൻ പാകത്തിനാണ് നീ വെട്ടിയത്? എന്റെ പൊന്ന് മെമ്പറെ, ഞാനിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെട്ടുമ്പോഴത്തേനും ഇങ്ങനെ പിടിച്ചിട്ട് വെട്ടുമ്പോഴത്തേനും ചിലപ്പം എവിടെ കൊടുന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. നീ അനങ്ങാ നിക്ക്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഘർഷം. പിണവൂർക്കുടി സ്വദേശികളും ബന്ധുക്കളുമായ വിഷ്ണു, റജിമോൻ എന്നിവർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്. ബഹളം കേട്ടെത്തിയ സമീപവാസികളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ഈ സമയം ചോരയൊലിപ്പിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു പരിക്കേറ്റവർ. ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഒരാളെ കുട്ടമ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവിടെ മദ്യലഹരിയിൽ സംഘർഷം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കോതമംഗലം. സംസ്ഥാനത്ത് ഹോം സ്റ്റേകളുടെയും റിസോർട്ടുകളുടെയും മറവിൽ മയക്കുമരുന്നിന്റെ പാടുകളും ലഹരി പാർട്ടിയും നടക്കുന്നുണ്ട്. ലഹരി മാഫിയകൾ ഇവിടെ ക്യാമ്പ് ചെയ്താണ് വിൽപ്പനയൊക്കെ നിയന്ത്രിക്കുന്നത്. മലപ്പുറം കോട്ടക്കലിൽ ടൂറിസ്റ്റ് ഹോം കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്താനുള്ള നീക്കം പോലീസ് മണത്തറിഞ്ഞു. ഇതോടെ മിന്നൽ പരിശോധന. പോലീസ് റെയ്ഡിൽ 89 ഗ്രാം MDMA പിടിച്ചെടുത്തു. കേസിൽ വേങ്ങര ഊരകം സ്വദേശികളായ 3 പേരെ അറസ്റ്റ് ചെയ്തു. ടൂറിസ്റ്റ് ഹോമിൽ മുറി വാടകയ്ക്കെടുത്ത് വിൽപ്പനയ്ക്കായി MDMA തയ്യാറാക്കുന്നതിനിടയിലാണ് 3-അംഗ സംഘം കോട്ടക്കലിൽ പിടിയിലായത്. ഊരകം പുത്തൻപീടിക സ്വദേശി ഉസ്മാൻ, മൊറയൂർ സ്വദേശി ഫിറോസ്, വേങ്ങര തച്ചാരുപടിക്കൽ അഷ്റഫ് എന്നിവരെയാണ് കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്ന് 89 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് മയക്കുമരുന്നെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളിൽ ഒരാളായ വേങ്ങര സ്വദേശി അഷ്റഫ് മുൻപും ലഹരി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്കെതിരെ 3 കേസുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി.
നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടപ്പടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടൂറിസ്റ്റ് ഹോമിൽ പരിശോധന നടത്തിയത്. കോട്ടക്കൽ ഇൻസ്പെക്ടർ ദീപകുമാറിന്റെ നേതൃത്വത്തിൽ ഡാൻസാഫ് എസ് ഐ വിഷ്ണു, ബിജു, മുഹമ്മദ് സലീം, ജസീർ, രഞ്ജിത്ത്, കോട്ടക്കൽ ASI രാമദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വിദ്യാർത്ഥിനിയിൽ നിന്ന് പിടിച്ചുപറിച്ച മാല സ്വർണ്ണമല്ലെന്നറിഞ്ഞിട്ടും പ്രതികളെ മഹാരാഷ്ട്രയിൽ പോയി പിടിച്ച് പാലക്കാട് ഹേമാംബിക നഗർ പോലീസ്. മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലക്കാരായ സത്യം സഫാജിത് ചതുർവേദി, ഹിതേഷ് ബോബൻ സിംഗ്, പർവീക് നിയ ഷെയ്ഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിദ്യാർത്ഥിനിയെ പിന്തുടർന്നെത്തിയ മോഷ്ടാക്കൾ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എക്സൈസും RPF നടത്തിയ സംയുക്ത പരിശോധനയിൽ 1.5 ലക്ഷം രൂപ വില വരുന്ന 2.2 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. അസമിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോയ വിവേക് എക്സ്പ്രസ് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഓസ്ട്രേലിയയിൽ മസാജ് പാർലറിലെത്തിയ 63 സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ ഇന്ത്യക്കാരനായ ഉഴിച്ചിൽക്കാരന് കണ്ണുനടവ്. ഡൽഹി സ്വദേശി സുമിത് സതീഷ് റസ്തോഗിയെയാണ് സൗത്ത് ഓസ്ട്രേലിയ ജില്ലാ കോടതി 13 വർഷവും 10 മാസവും തടവിന് ശിക്ഷിച്ചത്. ആണുങ്ങൾ പരസ്യമായി പൊട്ടിക്കരയുന്നത് കണ്ടിട്ടുണ്ടോ? പലരും സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നവരാണല്ലേ. എന്നാൽ കുടുംബം തകരുന്ന സാഹചര്യവും മക്കളെ നഷ്ടപ്പെടുന്ന അവസ്ഥയും പലരുടെയും മനസ്സിനെ ഉലച്ചു കളയും. തമിഴ് നടൻ ജയൻ രവി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടിക്കരയുന്നത് കണ്ടു. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പൊതുമധ്യത്തിലേക്ക് വലിച്ചിഴക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ സ്വന്തം ജീവിതം തന്നെ കൈവിട്ടു പോയെന്ന തോന്നലാകാം അയാളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്. കോടതിയിലും പൊതുമധ്യത്തിലും പരസ്പരം ചെളിവാരി എറിയുന്ന ദമ്പതികൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ആലോചിക്കണം. കേസ് ജയിക്കാൻ കുട്ടികളെ വരെ ബലിയാടാക്കുന്നവരുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങളും കോടതിയും കേസുമൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന വേദന ചെറുതൊന്നുമായിരിക്കില്ല. നിങ്ങളുടെ മക്കളോട് ഒരല്പം സ്നേഹമുണ്ടെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ഒന്നിച്ച് ജീവിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.